ഹേയ് ഗായ്സ്, എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഹെയർ ഇങ്ങനെ ഗ്രോ ആവുന്നത്, ഹെയറിന് വേണ്ടി എന്താ ചെയ്തു കൊടുക്കുന്നത്, ഹെയർ കെയർ റുട്ടീന് ഒന്ന് ചെയ്യാമോ, അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഹെയറിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യാറില്ല. എന്നാലും ഞാൻ എന്താണ് എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേയുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. കുറച്ച് ഓയിൽ ഒരു ബൗളിലെടുത്ത ശേഷം ഒരു 3 വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഞാൻ അതിലേക്ക് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ കാസ്റ്റർ ഓയിലും കൂടെ മിക്സ് ചെയ്യാറുണ്ട്. പക്ഷേ കാസ്റ്റർ ഓയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഹെയറിലും സ്കാൽപ്പിലും ഉപയോഗിക്കുന്നത്. ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒക്കെ ഇതുപോലെ ഹെയർ നന്നായി ഓയിൽ ചെയ്ത് സ്കാൽപ്പൊക്കെ നന്നായി മസാജ് ചെയ്ത് കുറേ സമയം എടുത്ത് ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് ടൈം എടുത്ത് ഹെയർ നന്നായി മസാജ് ചെയ്ത്, ഹെയർ അല്ല സ്കാൽപ്പ് നന്നായി മസാജ് ചെയ്ത് ഹെയറിലേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ്സോളം ഞാൻ ഹെയറിൽ നന്നായി മസാജ് ചെയ്യും. 20 മിനിറ്റ്സ് ഇതിങ്ങനെ ഹെയർ കെട്ടി വെക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഹെയറിന് വേണ്ടി ചെയ്യാറില്ല. ഞാൻ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും നെല്ലിക്കയുടെ ജ്യൂസ് കുടിക്കാറുണ്ട്, ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അത് ചെയ്യാറുണ്ട്. അതല്ലാതെ ഞാൻ ഹെയറിന് വേണ്ടി, അതും വല്ലപ്പോഴും മാത്രം കേട്ടോ ഞാൻ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് എല്ലാ ദിവസമൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ മാത്രം, അതല്ലാതെ ഞാൻ ഹെയറിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ കുറെയൊക്കെ ഈ ഹെയർ ഗ്രോത്തും ഹെയറിന്റെ നറിഷ്മെന്റും ഒക്കെ കുറെയൊക്കെ നമ്മുടെ ജനറ്റിക്സ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ പാരൻസിന് നന്നായിട്ട് ഹെയർ ഉള്ളത് കൊണ്ടാണ് എനിക്കും നന്നായി ഹെയർ ഉള്ളത്. അപ്പം അങ്ങനെ ഞാൻ നന്നായിട്ട് ഹെയറിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് കണ്ടോ, നിറയെ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് വേഗം ഓടിപ്പോയി കിച്ചണിൽ പോയിട്ട് എല്ലാവരും ഓയിൽ എടുത്ത് തലയിലേക്ക് ഒഴിക്കരുത്. ഇത്രയും ഓയിൽ ചെയ്ത് യൂസ്ഡ് ആയിട്ടുള്ളവർ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പൊ സമ്മറാണ്, അപ്പം വേഗം നീരിറങ്ങും. നമ്മുടെ ബോഡിയൊക്കെ പെട്ടെന്ന് വേർക്കൂലോ, സ്വെറ്റ് ആകും. അപ്പൊ പെട്ടെന്ന് നീരിറങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആരും പോയി ഇത്രയും ഓയിലൊന്നും എടുത്ത് ചെയ്യരുത്. ഞാൻ യൂസ്ഡ് ആയതുകൊണ്ടാണ്, ഞാൻ ചെറുതിലേ മുതൽ ഹെയർ നന്നായി ഓയിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട്. അതുപോലെ തന്നെ ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കോംബ് ചെയ്യാറുണ്ട്. അതും ഞാൻ ചെറുതിലേ മുതലേ ചെയ്യുന്നൊരു റുട്ടീനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നത്. ചിലർക്ക് ഇങ്ങനെ കോംബ് ചെയ്യുമ്പോൾ ഒത്തിരി മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും കൊഴിയാറില്ല കേട്ടോ. ഞാൻ അതുപോലെ തന്നെ സ്കാൽപ്പിൽ നന്നായി മസാജൊക്കെ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സിലേക്ക് ഹെയർ കെട്ടി വെക്കുവാണ്. അതിനുശേഷം ഞാൻ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് എല്ലാവരും ഒരു ദിവസത്തിൽ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസസോ എന്തെങ്കിലും കുടിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഈ ഒരു സമയത്ത് ചെയ്യാറുള്ളത്, ഇപ്പൊ ഒരു ഉച്ച സമയമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഒരു 11:30 അല്ലെങ്കിൽ 12 ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സോ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാറുണ്ട്. ഇത് ലൈം ജ്യൂസാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് വെള്ളം തന്നെ ഒരു പരിധി കൂടുതൽ കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ കുളിച്ചു കഴിഞ്ഞ് വന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്ത ഷാംപൂ, ബഡ്സ് ആൻഡ് ബെറീസിന്റെ ചിയ സീഡ്സ് ആൻഡ് റൈസ് വാട്ടർ. നിങ്ങളൊരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അപ്ലൈ ചെയ്ത ഓയിലൊക്കെ നന്നായി പോവുകയും വേണം, ഹെയറിനെ ഫ്രിസി ആക്കി വെക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു ഷാംപൂ ആണ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊരു അടിപൊളി ഷാംപൂ ആണ്. പക്ഷെ എനിക്ക് ഇതിന്റെ ഫ്രേഗ്രൻസ് അത്ര ഭയങ്കര ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ കൂടെ ഷാംപൂവിന്റെ ഒരു എന്താ പറയാ, അത് നമ്മുടെ ഹെയറിനെ ആക്കുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ ഷാംപൂന്നും എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല. ഇത് വളരെ നല്ലൊരു ഷാംപൂ ആണ്. എൻ്റെ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ, പക്ഷെ എന്നാൽ കൂടെ അതുപോലെ ഗ്രോത്തും ഉണ്ട്. ഇതുപോലത്തെ ഒരു ഓയിലിംഗ് മെത്തേഡ് ഞാൻ കുറെ വർഷങ്ങളായി ഫോളോ ചെയ്യുന്നത് കൊണ്ട് ആയിരിക്കാം എന്താ പറയാ, മുടി കൊഴിയുന്നുണ്ടെങ്കിൽ പോലും ഗ്രോത്ത് ഉള്ളത്. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് റോസ്മേരി വാട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെയറിൽ നിന്ന്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനും ഹെയറിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ആരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഹെയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹെയർ ഡ്രയർ ആരും യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പ്രത്യേകിച്ച് ഹോട്ടിലിട്ടിട്ട് ആരും ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ കൂളിലിട്ടിട്ടാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഹെയർ വേഗം ഡ്രൈ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് സ്കാൽപ്പെങ്കിലും ഒന്ന് ഡ്രൈ ആക്കാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഹെയർ ഒക്കെ നനഞ്ഞിരിക്കുകയാണെങ്കിൽ നീരിറങ്ങലും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടിട്ട് എന്താ പറയുക, ഹെയർ ഡ്രയർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഹെയർ ഉണങ്ങുന്നത് തന്നെയാണ് നമ്മളുടെ ബോഡിക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഹെയർ നന്നായിട്ട് ഊരിപ്പോകും, മുടി കൊഴിച്ചിൽ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ ഇതിന്റെ കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട്, വേഗം പുറത്തേക്ക് ഉള്ളത് കൊണ്ട് ഞാൻ വേഗം പുറത്തേക്ക് പോകാണ്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഫേസിലും നെക്കിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ കെയർ റൂട്ടീൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. ഞാനത് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഹെയറിൽ.
ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും അങ്ങനെ എന്താ പറയുക ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾ ക്രീംസും കണ്ടീഷണറൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പം ഹെയർ കൂടുതൽ കൊഴിഞ്ഞു പോകുന്നത് പോലെ തോന്നാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പരിപാടി ഉപേക്ഷിച്ചത്. അപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ തൽക്കാലത്തേക്ക് ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇനി വേഗം പോയി റെഡി ആയിട്ട് പുറത്തേക്ക് പോകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു.